ഇപ്പൊ ട്രെയിനിൽ നിൽക്കുന്ന ഇഫ ചിക്കൻ കഴിക്കാൻ പോയാലോ? അത് നമ്മുടെ തൃശ്ശൂർ അടിപൊളി സ്പോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉള്ളിൽ പോയി കഴിച്ചു നോക്കാം. നമ്മളിപ്പോ വന്നിരിക്കുന്നത് നമ്മുടെ സെന്റ് തോമസ് കോളേജിന്റെ അവിടെയുള്ള അലങ്കാർ എന്ന് പറഞ്ഞ പുതിയ റെസ്റ്റോറന്റിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഇവിടെ. അപ്പഴേ വന്നപ്പോ തന്നെ ഭയങ്കര തിരക്കുണ്ട്. പക്ഷെ നമുക്ക് രണ്ടുപേരായതുകൊണ്ട് തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പഴേ നമ്മളെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇഫ ചിക്കനാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. സോ നമുക്കത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അങ്ങനെ നമ്മുടെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഇഫ ചിക്കനാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ അലങ്കാറിലാണ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെൻറ്റ് തോമസ് കോളേജ് റൂട്ടിലാണ് അലങ്കാർ റെസ്റ്റോറൻ്റ് ഉള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെയാണ്, നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നല്ല ആംബിയൻസ് ആണ് കേട്ടോ കാണാനായിട്ട്. നമ്മൾ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ നമ്മൾ രണ്ടുപേരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ സീറ്റ് ബുക്കിംഗ് ആണ്, നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് മെനു കാർഡ് എടുത്തു. പക്ഷേ മെനു കാർഡിൽ ഇഫ ചിക്കൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് മീനിൻ്റെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. കരിമീൻ പൊള്ളിച്ചത് നമ്മൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ അത് കഴിഞ്ഞു പോയി. ആദ്യം തന്നെ നമ്മൾ ലൈമാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേ നമ്മുടെ ആമൂസിനൊരു ബേബി ചെയറും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമൂസ് ഇതാ ലൈമ് കുടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ കുടിച്ചു, പിന്നെ കുറേയൊക്കെ അവിടെ കളഞ്ഞു. എനിവേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫുഡിനായിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം നല്ല തിരക്കുണ്ടായിരുന്നല്ലോ. പിന്നെ ഈ സമയമായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആ സമയത്ത് നമ്മുടെ ആമൂസ് ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇഫ ചിക്കൻ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ വീട്ടിലുണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ശരിക്കും നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ചുമ്മാ ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോഴായിരുന്നു നമ്മൾ ഇൻസ്റ്റയിലൊരു വീഡിയോ കണ്ടപ്പോൾ എന്നാൽ എന്ത് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ അപ്പാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഐറ്റംസ് എല്ലാം നമ്മുടെ വന്നിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ഇഫ ചിക്കൻ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ളതാണ് വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഇഫ ചിക്കൻ്റെ കോംബോ ആയിട്ട് വന്നിരിക്കുന്നത് ബട്ടർ നാനാണ്. അപ്പോൾ നമുക്ക് ബട്ടർ നാനിൽ ഡിപ്പ് ചെയ്തൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. കഴിച്ചു കുഴപ്പമില്ല, നല്ല നൈസായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. ജെന്യുവനായിട്ടുള്ള റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ടൈം കഴിച്ചു നോക്കാം, അത്ര തന്നെയേ ഉള്ളൂ. അല്ലാതെ സെക്കൻഡ് ടൈം എന്തായാലും എന്നെപ്പോലെ ഉള്ളവർ ഇഷ്ടപ്പെടും തോന്നുന്നില്ല. കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റായിരുന്നു. കുറച്ച് പുളി കൂടുതലായിരുന്നു ആ ക്രീമിൽ. ഇനിയിപ്പോൾ അതിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല, ഞാൻ മുമ്പ് ഇത് കഴിച്ചു നോക്കിയിട്ടില്ല. എനിവേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ചാറ്റ.